എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതും പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുള്ളതുമായ ഒരു മെഡിക്കൽ ഡിവൈസിനെ കുറിച്ചാണ്. ഇതാണത്. ഇതെല്ലാവർക്കും പരിചയമുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സാധാരണയായിട്ട് ആസ്മ രോഗമുള്ള ആൾക്കാരും ശ്വാസമുട്ടൽ രോഗം അനുഭവിക്കുന്നവരും ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഡോക്ടർ എഴുതുന്ന ഒരു ഡിവൈസാണ്. ഈ ഡിവൈസ് ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾക്കിടയിലുള്ള പല ആസ്മ രോഗികളും അല്ലെങ്കിൽ COPD രോഗികളും ഈ ഡിവൈസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്മ അറ്റാക്ക്, അക്യൂട്ട് ആസ്മ അറ്റാക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഇൻഹേലർ എങ്ങനെയാണ് നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, അതായത് പ്രോപ്പർ ഇൻഹേലർ ടെക്നിക്ക്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നമ്മളിത് ചെറിയ രീതിയിൽ ഷേക്ക് ചെയ്യേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്യാം. അതാണ് നമ്മളെ ഇൻഹേലർ ടെക്നിക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പ് റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം നമ്മളെ ലങ്സിനുള്ളിലുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് എക്സെയിൽ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ നമ്മളെ ലങ്സിനുള്ളിലുള്ള എയർ എക്സലേഷനിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം നമ്മൾ ഈ ഇൻഹേലറിൻ്റെ ടിപ്പ് നമ്മളെ മൗത്തിൽ സീൽ ചെയ്ത് വെക്കണം. ഏതാണ്ട് ഇങ്ങനെ സീല് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു സിംഗിൾ പഫ് എടുക്കുന്ന സമയത്ത് നമ്മളിത് ഒരു തവണ നമ്മൾ പ്രസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇൻഹേലർ എടുത്തതിന് ശേഷം 10 സെക്കൻഡ് നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മൂക്കിൽ കൂടെ നമ്മളെ എക്സൽ ചെയ്യാം. മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം പുറത്തുവിടുക. ഇതാണ് ശരിയായ ടെക്നിക്ക്. അതിനുശേഷം ചില പേഷ്യൻസിന് ഇത് രണ്ട് തവണ പഫ് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വായ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ ഇതെന്ത് ചെയ്യാം? ഇത് വൃത്തിയായി അടച്ചു വെച്ച് ഒരു കണ്ടെയ്നറിനുള്ളിലോ അല്ലെങ്കിൽ ഒരു കവറിലോ കീപ്പ് ചെയ്ത് വെക്കണം. കാരണം ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് അതിൽ ഫംഗൽ ഇൻഫെക്ഷനോ മറ്റു തരത്തിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിയായ പ്രോപ്പർ ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ മെഡിസിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻഹേലറിൻ്റെ ശരിയായ രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഓൾ.